എനിക്ക് അത്ഭുതം തോന്നുക, ഇതുപോലൊരു പോങ്ങനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി 10 കൊല്ലം ചുമക്കേണ്ട ഗതി മലയാളക്കരയ്ക്ക് ഉണ്ടായല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. അയാള് ചികിത്സിക്കാൻ പോവുക, ഒടുക്കത്തെ പോക്ക് ഒന്നും പറയാതിരിക്കാൻ നിർത്തിയില്ല. സുരേഷ് കൂട്ടിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് 22 വണ്ടിയാ പോകുന്നത് മുഖ്യമന്ത്രി. ആരും പിടിക്കുന്നില്ലല്ലോ. അത് പോലീസ് വേറെ പണിയൊന്നുമില്ലല്ലോ. പണി നിർത്തിച്ച് അവളെ മറ്റേ പണി കുറഞ്ഞ് അവളെ സാധാരണ ചർച്ചയ്ക്കുണ്ടായിരുന്ന ഒരു വിവരം കെട്ട പെണ്ണല്ലാണ്. അവളെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കും. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. സർ, ഇന്നലെ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മരണപ്പെടുകയുണ്ടായി. ഇന്നിപ്പോ അത് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഇന്നിപ്പോ ആ ബിന്ദുവിന്റെ ചിത കത്തിത്തീരും മുൻപാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോവുകയാണ്. ഇന്ന് വെളുപ്പിനെ പോകുമെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു സംഭവ സ്ഥലം പോലും ഒന്ന് സന്ദർശിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല. എനിക്ക് അത്ഭുതം തോന്നുക, ഇതുപോലൊരു പോങ്ങനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി 10 കൊല്ലം ചുമക്കേണ്ട ഗതി മലയാളക്കരയ്ക്ക് ഉണ്ടായല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. എന്തൊരു ദുഃഖകരമാണ്. രസം എന്താന്ന് വെച്ചാൽ, ഈ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് തന്നെ ഈ അപകടം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം ഉണ്ട്. അതെ, ഒരു ആരോഗ്യമന്ത്രി അവളെ എന്തിനു കൊള്ളാം? അവളെ എന്തുകൊണ്ട് രാജിവെപ്പിച്ചില്ല? അവളെ രാജിക്ക് മേടിക്കും വേണ്ടല്ലോ. അവളെ ഗവൺമെന്റിന് മന്ത്രിസഭയിൽ പുറത്താക്കേണ്ട ധാരണ കാണിക്കണ്ടേ പിണറായി? അയാള് ചികിത്സിക്കാൻ പോവുക, ഒടുക്കത്തെ പോക്ക് ഒന്നും പറയാതിരിക്കാൻ നിർത്തിയില്ല. എന്ത് കഷ്ടകാലമായി കേരളത്തിൽ ആലോചിക്കുക. ഒരു ആകെ പറയുന്നത് എന്താ? ആ രോഗിയുടെ കുടിയിരിപ്പുകാരിയാ. അവരെ അപകടപ്പെട്ടിട്ട് അവിടെ ഇന്ന് ആ വാർഡിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു അവിടെ സ്ത്രീയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രി പറയുകയാണ്, ആരോഗ്യമന്ത്രി നമ്മുടെ കോട്ടത്തൊരു ഒരു സ്ഥിരമന്ത്രിയാണ്. ഈ 2 മഠയന്മാരും ഒരു മഠയിൽ ചേർന്നെന്ന് പറഞ്ഞു അവിടെ ആരും ഇല്ലെന്ന്. ഉടനെ പരിശോധന നിർത്തി. ഫയർഫോഴ്സ് ഉൾപ്പെടെ അവിടെ എത്തുകയല്ലേ. ഒന്നാല് വെച്ച് അവർ പരിശോധിച്ചിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ പരിശോധിക്കുന്നത്. അന്നേരം പരിശോധിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഉത്തരവാദിത്വം ആരുമായി? എന്നിട്ട് വിദേശ യാത്ര ചികിത്സിക്കാനാണെന്നും പറഞ്ഞു. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊള്ളപ്പണം എല്ലാം കൂടെ വെളുപ്പിക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് അമേരിക്കക്ക്. അല്ലാതെ ഞാൻ ഒരു ചികിത്സിക്കാൻ വിശ്വസിക്കുന്നതല്ലേ. ഞാൻ ഈ അടുത്തൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ള ക്രൈമിന് അറിയാം. അതെടുത്ത് നോക്കിയോ, എവിടെ പോകുന്നത് എന്തിനു പോകുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അത് തന്നെയായിരുന്നു ഇപ്പോഴും. അതെ, ഈ പ്രാവശ്യത്തെയും യാത്ര ദുബായ് വഴിയാണ്. ദുബായ് വഴി തന്നെയാണ് ഇത്തവണത്തെയും യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദുബായ് അല്ല ഈ കേന്ദ്രം. എല്ലാ കൊള്ളക്കച്ചവടത്തിനും കേന്ദ്രമാണ് ദുബായ്. ദുബായ് വഴിയാണ് പോക്ക്. അവിടെ നിന്ന് പോകുന്ന അമേരിക്കയ്ക്ക് പേരും അമേരിക്കയിൽ പോയി ചികിത്സയെന്ന് പേരും ആയിക്കട്ടെ, നമുക്കില്ല. പക്ഷെ ഇത് കടുങ്കയാണ്. ഇതൊക്കെ കണ്ടിട്ടും കേരളത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് എനിക്ക് സംശയം. ആ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ വ്യക്തമായിട്ട് കുറ്റപ്പെടുത്തിയല്ലോ. വളരെ മോശം. ഒരു പ്രസ്താവന കൊടുത്ത് ഒരു പ്രകടനം നടത്തി പ്രശ്നം നിർത്തും. അതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. ഞങ്ങളുടെ രാജി മേടിക്കാതെ അവിടെ റോഡിൽ ഇറങ്ങാൻ രാജി മേടിക്കാനുള്ള ബാധ്യതയില്ല പ്രതിപക്ഷത്തിന്. ഇത്ര നാണം കെട്ട പ്രതിപക്ഷം. തീർച്ചയായും BJP എന്നതിനുള്ള ശക്തമായ സമരപരിപാടി ആവിഷ്കരിക്കുന്നുണ്ട്. ആ കാര്യം മുന്നോട്ട് പോകും. ഇപ്പോ സമരത്തെ പേടിച്ചിട്ടായിരിക്കാം നമ്മുടെ മന്ത്രി വീണ ജോർജിന് സുരക്ഷ കൂട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രി. സുരേഷ് കൂട്ടിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് 22 വണ്ടിയാ പോകുന്നത് മുഖ്യമന്ത്രി. ആരും പിടിക്കുന്നില്ലല്ലോ. അത് പോലീസ് വേറെ പണിയൊന്നുമില്ലല്ലോ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോലീസ് നേരെ ഇങ്ങനെ ഇതുപോലുള്ള കേസ് കെട്ടുകളെ ചുമന്നുകൊണ്ടൊക്കെ അവരുടെ ജോലി നടക്കട്ടെ. സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം ഉൾപ്പെടെ ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് വീണ ജോർജ്. വീണ ജോർജ് ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടിട്ട് സുരക്ഷാ ഞാൻ അടിക്കുമല്ലോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാ മനുഷ്യനും അധികാരമില്ലേ? അതെ, പണി നിർത്തിച്ച് അവളെ മറ്റേ പണി കുറഞ്ഞ് അവളെ സാധാരണ ചർച്ചയ്ക്കുണ്ടായിരുന്ന ഒരു വിവരം കെട്ട പെണ്ണല്ലാണ്. അവളെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കും. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. ആ കൈരളിയൊക്കെ കൈരളെ പിണറായി പറഞ്ഞ അന്നേരം ഒരു നോക്കുമല്ലോ. കൈരളെ പിടിച്ച് അവിടെ വാർത്ത വായിക്കാൻ കെട്ടവളെ പിണറായി കണ്ടോണ്ടിരിക്കട്ടെ. ഒരു വിരോധം ഇരിക്കില്ല. അതിന് മോശം അല്ല റിപ്പോർട്ടർ വെച്ചാൽ മതി, കണ്ടോണ്ടിരുന്നോളൂ. വളരെ മോശം പറയാതിരിക്കാൻ പറ്റില്ല. അതെ സാർ, ഇപ്പോ സൂപ്രണ്ടിന്റെ തലയിലേക്ക് ഇട്ടത് ഒഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ സൂപ്രണ്ട് ഉണ്ടല്ലോ അവിടുത്തെ ഡോക്ടർ ജയകുമാർ, അദ്ദേഹത്തെ കൊണ്ട് നല്ല ഡോക്ടറാണ്. അതെ, അയാൾ ഒരു മഠയനാണ്. അയാളെ ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് കുത്തിവെപ്പിക്കുക.
അയാൾ പറഞ്ഞു, അയാൾ തന്നെ സ്വയം സമ്മതിച്ചല്ലോ. അത് കേട്ടറിയാമല്ലോ മന്ത്രി മുഖ്യമന്ത്രി പേടിച്ചിട്ട് പറയുന്ന അയാള്. അവർ നല്ല ഡോക്ടറാ. അദ്ദേഹത്തിന്റെ തലയിലിട്ട് ഒഴിയാനുള്ളൊരു ശ്രമമല്ല, അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇട്ടിട്ട് ഒഴിയാനുള്ളൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു ശ്രമം. പക്ഷെ വേറെ കാര്യം, ഇത് മുഴുവൻ പത്രക്കാരും കണ്ടോണ്ടിരിക്കട്ടെ, മുഴുവൻ ആളും കണ്ടോണ്ടിരിക്കുകയല്ലേ. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, അവിടെ ഒന്നുമില്ല. അവിടെ ഉപയോഗിക്കുന്ന പറഞ്ഞ 2 മന്ത്രിമാരാ. ആ 2 മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമില്ലേ? അവിടെ ഇന്ന ആളുകൾ മുഴുവൻ പറഞ്ഞു അവിടെ സ്ത്രീ കയറിയിട്ടുണ്ട്, അടിയിൽ ആളുണ്ടെന്ന് പോയിട്ട് കേൾക്കട്ടെ. ആ വാക്കുകളുടെ മുഴുവൻ ആളുകൾ അതിന് പറയുന്നത് അത് ഉപയോഗിക്കുന്നതല്ലെന്ന്. ഉപയോഗിക്കുന്നത് കഴിഞ്ഞല്ലോ. ആ പ്രദേശത്ത് വ്യക്തമായിട്ട് 100 കണക്കിന് ആളുകൾ പറഞ്ഞു കേട്ടു. എന്നിട്ട് പിന്നെ വർത്തമാനപ്പെട്ടിട്ടാണ് കയറിയിരിക്കുന്നത്. അതെ, ഇന്നലെ മാധ്യമപ്രവർത്തകരോട് കയർത്തുകൊണ്ട് നമ്മുടെ VN വാസവൻ സാറ് പറയുണ്ടായി, ഇങ്ങനെയാണോ നിങ്ങളൊരു മിനിസ്റ്ററോട് സംസാരിക്കുന്നത്, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. മന്ത്രി വീണ ജോർജിനോട് എന്തോ മോശം. അല്ല, മന്ത്രി വീണയെ പറഞ്ഞപ്പോ, അതെ, മന്ത്രി വീണയെ പറഞ്ഞ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ആ രീതിയിൽ കയർക്കുകയാണെന്നല്ല ചെയ്തത്. അതെ, മിണ്ടാൻ പാടില്ല. അവർ വീടിങ്ങനെ അവർക്ക് ഉപയോഗമുള്ള സാധനമായി വീണെന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആരും മിണ്ടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അവർക്ക് ഉപയോഗമുണ്ട് അതിനെ. ഒരിക്കലും മിണ്ടാൻ സമ്മതിക്കില്ല. അതെ സാറേ, എന്തായാലും ആരോഗ്യമന്ത്രി രാജിവെച്ച്, ധാർമ്മികത ഉയർത്തിക്കാട്ടി രാജിവെച്ച് മാറുക തന്നെയാണ് ഇവിടെ വേണ്ടതെന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. അപ്പൊ BJPയുടെ ഭാഗത്തു നിന്നും 100% മാന്യതയല്ലേ രാജിവെക്കണ്ടേ? ഇനി എന്തുകൊണ്ട് രാജിക്കത്ത് വിളിക്കാതെ പിണറായി വിജയൻ പോകുന്നു? ഇനിയിപ്പോ 10 ദിവസങ്ങൾക്ക് ശേഷമേ അദ്ദേഹം തിരിച്ചു വരുള്ളൂ. പിണറായി നികൃഷ്ട ജീവിന്ന് വിളിച്ചു. സത്യത്തിൽ വിളിക്കേണ്ടത് ഇയാളെയല്ലേ വിളിക്കുന്നത്? നികൃഷ്ട മുഖ്യമന്ത്രിയാ നികൃഷ്ട ജീവി എന്ന് വിളിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ വാക്കാ നികൃഷ്ട ജീവി. അത് അയാളാണ് നികൃഷ്ട ജീവി. പറയാതിരിക്കാൻ പറ്റുകയില്ല. അല്ല, ഇനി 10 ദിവസത്തിന് ശേഷം മാത്രമേ അദ്ദേഹം തിരിച്ചു വരുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂള്. ഇത് വരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. 10 ദിവസം എങ്കിലും വരുമല്ലോ. ഞാൻ ഒരു പോക്ക് പോകാതിരിക്കട്ടെ. 80 വയസ്സിലേ ഉള്ളൂ. ഒരു പോക്ക് പോകണ്ട, വരട്ടെ. Anyway, thank you, sir. Thank you so much.